നാടിന്റെ വികസന സ്വപ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ലഭിച്ച അവസരത്തിന്റെ ആവേശത്തിലാണ് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്ന ജനപ്രതിനിധികൾ. ലോക നേതാവായ നരേന്ദ്രമോദി നേരിട്ട് കാണുന്ന നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പിലുമാണ് അവർ. കേരള എക്സ്പ്രസിൽ നിന്ന് ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനപ്രതിനിധികളുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള തീവണ്ടി യാത്ര അങ്ങനെ പുരോഗമിക്കുകയാണ്. കൗൺസിലർമാരും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ പ്രസിഡന്റുമാരടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഈ കേരള എക്സ്പ്രസിൽ അവരുടെ യാത്രയെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആഘോഷഭരിതമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് കേരള എക്സ്പ്രസിൽ മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ജനപ്രതിനിധികൾ കുറച്ചുപേരുണ്ട്. അവരോട് ഈ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചത്. ചേട്ടാ നമസ്കാരം. എന്താണ് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ എന്താണ്? വളരെയധികം സന്തോഷമാണ്. നമുക്ക് അതൊരു ഭാഗ്യമായി തന്നെ കണക്കൂട്ടാം. കാര്യം മോദിജിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അദ്ദേഹം വരുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നതിനും അടുത്ത് ഒന്ന് നിൽക്കുന്നതിനും അദ്ദേഹത്തിന് കേരളത്തിനെ പറ്റിയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ ചുരുക്കം ചില കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി പലവരും നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. അതിന് ഒരു അവസരം ലഭിച്ചത് എന്നുള്ള മഹാഭാഗ്യം തന്നെയാണ്. ചേട്ടൻ്റെ പേരും സ്ഥാപനം? ഭാവനപുരം മണ്ഡലം പ്രസിഡന്റാണ്. കല്ലറ ഗ്രാമപഞ്ചായത്തിലെ പാർലമെന്റ് കമ്മിറ്റി നേതാവാണ്. പരപ്പിൽ വാർഡ് മെമ്പറാണ്. തീർച്ചയായിട്ടും. ചേച്ചി നമസ്കാരം. ചേച്ചി പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ക്ഷണം ഇങ്ങോട്ട് സ്വീകരിച്ച് അതിന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. എന്താണ് തോന്നുന്നത്? വളരെ വളരെ സന്തോഷം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൂടി പറയാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. ഞാൻ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റാണ്. 2 ടേണാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് അയോധ്യ സന്ദർശനമാണ്. ഇപ്പം മോദിജിയെ കാണുന്നത് 3ാമത്തെ ടേണാണ്. നമ്മൾ കേരളം സന്ദർശിച്ചപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് സന്ദർശിച്ചപ്പോൾ ഞാൻ ലൈനപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞറിയിക്കാം അത്രത്തോളം അടുത്ത് കാണാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാനുമുള്ളൊരു അവസരമുണ്ടെങ്കിൽ അതിനും കൂടി ഒരു മുന്നൊരുക്കമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വളരെ വളരെ സന്തോഷമാണുള്ളത്. ഷൈനി. ചേട്ടാ എന്താണ് തോന്നുന്നത്? ചേട്ടാ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയും. അത്തരത്തിൽ ഡൽഹിയിൽ പോകാനും അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാണാനും അദ്ദേഹത്തിന് നേരിട്ട് കാണാനും മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രത്തോളം സന്തോഷം തോന്നുന്ന ഒരു അവസരമാണിത്. നമ്മുടെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. എൻ്റെ പേരും രാജേഷ് മാധവൻ എന്നാണ്. തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആദ്യമായാണ് കൗൺസിലർ ആകുന്നത്. അവിടുത്തെ കൗൺസിൽ പാർട്ടി നേതാവാണ് ഞാൻ, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ. ചേട്ടാ എന്താണ് ചേട്ടാ ഈ നിമിഷം തോന്നുന്നത്? വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് പോവുകയാണ്. ഒരിക്കൽ ലൈനപ്പിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിൽ പോകാനുള്ള അവസരം കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെ വളരെ ഒരു ആകാംക്ഷയിലാണ്. അവരെല്ലാം പറയുന്നത് എന്തെങ്കിലോ അവിടെ അവതരിപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്താ നാട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ പ്രത്യേകിച്ച് വർക്കലയാണ്. വർക്കല നഗരസഭയിലെ ഒരു കൗൺസിലറാണ്. അവിടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. വർക്കല എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസം മേഖലയാണ്. അപ്പോൾ അവിടെ നിരവധി ചാൻസുകളുള്ള ഒരു വലിയൊരു സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ യാതൊരാതെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗ്യം കിട്ടുമെന്ന് തോന്നുന്നു അതൊക്കെ അവതരിപ്പിക്കാനും. അത് ഒരുപാട് മെമ്മോറണ്ടൊക്കെ തന്നിട്ടുണ്ട്. കൊടുക്കാൻ കഴിഞ്ഞാൽ വർക്കലയ്ക്ക് ഒരു വലിയ ഭാഗ്യമാവും. അതോടൊപ്പം നമ്മുടെ ലോക നേതാവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു പ്രധാനമന്ത്രി ഒരു ലോക നേതാവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത്രയുമുള്ളൊരു ആകാംക്ഷ നമ്മൾ ഇനി ഒരു നിമിഷങ്ങൾ എണ്ണി തീർക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി. അനിൽകുമാർ, ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാർ, വർക്കല നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി ലീഡർ. ചേച്ചി നമസ്കാരം. ചേച്ചി ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ആതിര ചേച്ചി. ചേച്ചി മറ്റ് ജനപ്രതിനിധികൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രസിഡന്റായിട്ട് ഒരാൾ കയറിയത്. BJPയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ഞാൻ. അപ്പം ഈ കയറി 1 മാസത്തിനകം തന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരവസരമാണ് കിട്ടിയത്. ഞാൻ പത്തനംതിട്ട ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ആതിര എന്നാണ് പേര്. ചേച്ചി വളരെ നന്ദി. ചേരുന്നുണ്ട് ചേട്ടാ. ഇങ്ങനെ പ്രധാനമന്ത്രി നേരിട്ട് കാണാനായിട്ടും നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ അല്ലെങ്കിൽ വികസന സ്വപ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ്. ഈ യാത്രയെയും ഈ ഒരു അനുഭവത്തെ എങ്ങനെയാണ്? എനിക്ക് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ മത്സരിക്കുവാനും ആദ്യമായി ഒരു കൗൺസിലർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചത്. അതും നമ്മുടെ നഗരസഭ BJP ഭരിക്കാനുള്ള അവസരം കൂടി ലഭിച്ചപ്പോൾ ഇതുപോലുള്ളൊരു പ്രധാനമന്ത്രി, ലോകാരാധ്യനായ പ്രധാനമന്ത്രിയെ കാണുവാനുള്ളൊരു അവസരം എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള യാത്രയിലാണ്. എല്ലാവരും നല്ല ഉഷാറിലാണ്. എൻ്റെ പേര് പാച്ചിലൂർ ഗോപകുമാർ. പരശുരാമൻ്റെ നാടായ തിരുവല്ലം വാർഡിൽ നിന്നാണ് ഞാൻ ജയിച്ചത്.
എന്തായാലും അങ്ങനെ തന്നെയാണ് എല്ലാവരും വളരെ ആവേശത്തിലാണ് പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ള ആ ലോക നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുവാനും തങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ലഭിച്ച ഒരു അവസരം, ആ അവസരത്തെ വളരെ മഹനീയമായി തന്നെയാണ് ഈ ജനപ്രതിനിധികളൊക്കെ കണക്കാക്കുന്നത്. എന്തായാലും അവരുടെ യാത്ര അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.